തെന്നിന്ത്യൻ താരങ്ങളായ തൃഷയും വിജയും പ്രണയത്തിലാണോ? കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചയാണിത്. നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃഷയും വിജയും ഒന്നിച്ച് പ്രൈവറ്റ് ജെറ്റിൽ ഗോവയിലെത്തിയതാണ് ഇപ്പോഴത്തെ ഗോസിപ്പുകളുടെ തുടക്കം. വിജയുടെ പ്രൈവറ്റ് ജെറ്റിലുണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തെത്തിയതും അതിവേഗം അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. തൃഷയും വിജയും ഒന്നിച്ച് ജെറ്റിലുണ്ടായിരുന്നെന്ന് കണ്ടതോടെ ജെറ്റിനേക്കാൾ വേഗത്തിൽ വാർത്ത പരന്നു. പിന്നീട് എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോയും പുറത്തെത്തിയതോടെ ഇരുവരും ഡേറ്റിംഗിലാണെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിക്കുകയും ചെയ്തു. ഗില്ലിയിൽ തുടങ്ങി ലിയോയിലെത്തി നിൽക്കുന്ന തൃഷ വിജയ് ഹിറ്റ് താര ജോഡിയെ ചുറ്റിപ്പറ്റി ഇതാദ്യമായല്ല വിവാദം ഉയരുന്നത്. ലിയോ റിലീസ് ആയപ്പോഴും വിജയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസ അറിയിച്ച് തൃഷ മിറർ സെൽഫി പങ്കുവെച്ചപ്പോഴുമൊക്കെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും താനെ കെട്ടടങ്ങിയിരുന്നു. എന്നാൽ ജെറ്റ് യാത്ര അവ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെയാണ് വിവാദങ്ങൾ എന്നതിനാൽ സൈബർ ആക്രമണം ഒരു രാഷ്ട്രീയ നീക്കമായാണ് പലരും വിലയിരുത്തുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് തമിഴ് സിനിമാ ലോകവും രാഷ്ട്രീയ രംഗവും നൽകുന്ന പ്രാധാന്യം ഈ ഗോസിപ്പുകളുടെ വില കൂട്ടുന്നുമുണ്ട്. ജയലളിത MGR ജോഡിയോട് വിജയിയെയും തൃഷയെയും ഉപമിക്കുന്നവരും കുറവല്ല. MGRന്റെ പക്ഷം പിടിച്ച് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് വന്ന പോലെ തൃഷയും വരുമെന്നും ഇരുവരും രാഷ്ട്രീയത്തിലും ഒന്നിച്ച് തിളങ്ങുമെന്നും ഒക്കെയുള്ള ഫാൻ ഫിക്ഷനുകൾക്കും പന്നമില്ല. ഗായിക സുചിത്രയാണ് വിജയ് തൃഷ ജോഡിയെ MGR ജയലളിത ജോഡിയുമായി ഉപമിച്ച് ആദ്യമായി രംഗത്തെത്തിയത്. സുഹൃത്തുക്കളായിരുന്ന കരുണാനിധിയും MGRും പിരിഞ്ഞ ശേഷം DMKയെയും കരുണാനിധിയെയും നേരിടാൻ ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു MGR. ഇതാണ് വിജയും പിന്തുടരുന്നത് എന്നായിരുന്നു സുചിത്രയുടെ ആരോപണം. വിജയിക്കാൻ ഇതല്ല വഴിയെന്നും MGRിൽ നിന്ന് രാഷ്ട്രീയ തന്ത്രങ്ങൾ പഠിച്ച ജയലളിത അദ്ദേഹത്തെ തന്നെ സൈഡാക്കിയത് ഓർമ്മ വേണമെന്നുമൊക്കെ അന്ന് സുചിത്ര ആഞ്ഞടിച്ചിരുന്നു. ഇപ്പോൾ ഈ താരതമ്യമാണ് വീണ്ടും ചർച്ചയാകുന്നത്. പാർട്ടിക്ക് പിന്തുണ ലഭിക്കാൻ വിജയ്ക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന വിമർശനം കാര്യമായി തന്നെയുണ്ട്. രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ കൂടാതെ വിജയുടെ വ്യക്തിജീവിതത്തെയും തൃഷയുമായുള്ള ഗോസിപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. ഭാര്യ സംഗീതയുമായി വിജയ്ക്കുള്ള സോ കോൾഡ് അടുപ്പക്കുറവിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ 1 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷത്തോളം പേർ ഉപയോഗിച്ച ഹാഷ്ടാഗാണ് ജസ്റ്റിസ് ഫോർ സംഗീത. സംഗീതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ട്വിറ്ററിലടക്കം കരുതൽ ആങ്ങളമാരുടെ മുറവിളി. 2023 മുതലാണ് വിജയ് സംഗീത ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടെന്ന വാർത്ത പ്രചരിച്ചത്. സംവിധായകൻ ആറ്റ്ലിയുടെ പങ്കാളി കൃഷ്ണപ്രിയയുടെ ബേബി ഷവർ ചടങ്ങിൽ വിജയ് തനിച്ചാണ് പങ്കെടുത്തത്. ഇതോടെയാണ് ഇത്തരം വാർത്തകൾ ഉയർന്നത്. പിന്നീട് വിജയ് ചിത്രം വാരിസിന്റെ ഒരു ചടങ്ങിലും സംഗീത വരാതിരുന്നതോടെ ചർച്ചകൾക്ക് മൂർച്ച കൂടി. അതിനുശേഷം വിജയുടെ ഒരു പരിപാടിയിലും സംഗീതയെ കണ്ടില്ല. ഇരുവരും പൊതുവേദിയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ട് 2 വർഷത്തോളമാകുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപന വേദിയിലും സംഗീതയുടെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. ഇതാണിപ്പോൾ തൃഷയുമായുള്ള ഗോസിപ്പുകളോട് ചേർത്ത് വായിക്കപ്പെടുന്നത്. സംഗീതയെ വിജയ് ചതിക്കുകയാണെന്നാണ് സൈബർ ലോകത്തിന്റെ ആരോപണം. കുരുവിക്ക് ശേഷം ലിയോ വരെ തൃഷ വിജയ് കോംബോയിൽ 15 വർഷത്തെ ഇടവേളയുണ്ടായത് സംഗീതയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമാണെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പൂവേ ഉനക്കാക എന്ന ചിത്രം കണ്ടതോടെ തന്റെ കടുത്ത ആരാധികയായി മാറിയ സംഗീതയെ 1999 വിജയ് വിവാഹം കഴിക്കുന്നത്. ശ്രീലങ്കൻ തമിഴരായ സംഗീതയുടെ കുടുംബത്തിന് ശ്രീലങ്കയിലും ചെന്നൈയിലും ലണ്ടനിലും അടക്കം നിരവധി ഇടങ്ങളിൽ ബിസിനസ് ഉണ്ട്. സംഗീത ജനിച്ചതും വളർന്നതുമെല്ലാം ലണ്ടനിൽ തന്നെയായിരുന്നു. വിജയോടുള്ള ആരാധനയിൽ ലണ്ടനിൽ നിന്നാണ് സംഗീത ആദ്യമായി വിജയ് കാണാനായി ചെന്നൈയിലേക്ക് എത്തുന്നതും. നിലവിൽ ലണ്ടനിൽ തന്റെ കുടുംബത്തിനോടൊപ്പമാണ് സംഗീത. മകൾ സാഷയുടെ ഉപരിപഠനത്തിനായിട്ടാണ് ഇതെന്നും റിപ്പോർട്ടുകളുണ്ട്. നടൻ വിജയകാന്ത് മരണമടഞ്ഞപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ലണ്ടനിൽ നിന്നും എത്തിയ സംഗീത വിജയ് ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിച്ചതും. എന്തായാലും ഗോസിപ്പുകൾക്ക് പന്നമില്ലാത്ത സിനിമാ മേഖലയിൽ വിജയ് തൃഷ കഥകൾ എത്ര നാളോടുമെന്ന് കണ്ടറിയാം.